ഹലോ, ഇന്ന് നമ്മൾ ബ്രൗൺ സോസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എസ്പാഗ്നൽ സോസ് ഉണ്ടാക്കാനുണ്ടോ. അതിന് വേണ്ടി നമ്മൾ ഷിംബോൺ എടുത്തിട്ടുണ്ട്, അത് ബ്രൗൺ ആക്കുകയാണ്. അല്പം സമയമെടുക്കും. 1 മണിക്കൂറോളം നമ്മൾ ബ്രൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബോൺ അകത്ത് വെച്ചു. ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മൾ എന്തുണ്ടാവും, ബീഫ് ട്രിമ്മിങ്സ് നമ്മൾ അതിൽ ആഡ് ചെയ്യണം. അതും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല കളറായിരിക്കും. ഇനി അടുത്ത് നമുക്ക് അതിൽ വേണ്ടി മീർപ്പ് ഇടണം. മീർപ്പ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ റഫ്ലി കട്ട് ഓനിയൻ, ക്യാരറ്റ്, സെലറി ലീക്സ്, ഗാർലിക്, ബേ ലീഫ്, പെപ്പർകോൺ ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒന്ന് ബ്രൗൺ ആക്കും. അതിൻ്റെ കൂടെ നമ്മൾ അല്പം ഫ്രഷ് ടൊമാറ്റോയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 കിലോ ബോണും ഏകദേശം അതിൻ്റെ ഹാഫ് മീർപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ ബ്രൗൺ സ്റ്റോക്ക് ഉണ്ടാക്കും. ബ്രൗൺ സ്റ്റോക്ക് പ്ലസ് ബ്രൗൺ റൂ ആണ് എസ്പാഗ്നൽ സോസ് അല്ലെങ്കിൽ ബ്രൗൺ സോസ്. അപ്പോൾ അല്പം സമയം എടുത്തിട്ടായാലും നമ്മൾ ബ്രൗൺ സ്റ്റോക്കിന് വേണ്ട മീർപ്പോ അല്ലെങ്കിൽ ബോണും കൂടി നമ്മൾ ബ്രൗൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് അല്പം ഒരു ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ച ബ്രൗൺ ബോണും മീർപ്പയും കൂടി നമ്മൾ ഇട്ട് സ്റ്റോക്ക് ഉണ്ടാക്കി. അപ്പോൾ നല്ല സ്ട്രോങ് സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം നേരം ബോൺ മാരോ എല്ലാം പുറത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം, അധികം നേരം നമ്മൾ ബോയിൽ ചെയ്യണം. ശരിക്കും 8 മണിക്കൂറെങ്കിലും നമ്മളിത് ബോയിൽ ചെയ്താൽ അത്രയും നല്ലത്. നമ്മൾ കുറച്ച് നേരം ഇത് ബോയിൽ ചെയ്തുള്ളൂ. ഇനി നമ്മൾ ബ്രൗൺ റൂ ഉണ്ടാക്കണം. ബ്രൗൺ റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീർപ്പ് ഇട്ടു, ബട്ടർ ഇട്ടു, ഫ്ലവർ ഇട്ടു. അപ്പോൾ നമ്മൾ ബ്രൗൺ റൂ ഉണ്ടാക്കി. അതിൽ നമ്മൾ ടൊമാറ്റോ പ്യൂരെ ആഡ് ചെയ്തു. അതിന് ശേഷം ബ്രൗൺ സ്റ്റോക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു. ഇനി സീസൺ ചെയ്യുക. നിങ്ങൾക്ക് വൈനോ ഇക്കഡോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ലംസം ഇല്ലാത്ത നൈസ് ബ്രൗൺ റൂ അല്ലെങ്കിൽ ബ്രൗൺ സോസ് റെഡിയാണ് കേട്ടോ. അപ്പോൾ അല്പം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് അരിച്ചെടുത്താൽ കിട്ടാവുന്ന നൈസ് ബ്രൗൺ സോസ് അല്ലെങ്കിൽ എസ്പാഗ്നൽ സോസ് റെഡിയാണ് കേട്ടോ. നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ സോസിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കണ്ടറിയാം കേട്ടോ. ഇനി ഇതിൽ ഈക്വൽ പാർട്ട് സ്റ്റോക്ക് ചേർത്താൽ നമ്മൾ ഡെമി ഗ്ലേസായി. നമുക്ക് സോസ് ഡെമി ഗ്ലേസ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് കുറേ കാലം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച്. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, 1 ലിറ്റർ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് നല്ല ടേസ്റ്റായി അടിപൊളി. നല്ല നമുക്ക് ഹാബ്സ് ഒക്കെ ഇട്ടിട്ട്, ഞാനിവിടെ റോസ്മേരിയാണ് അല്പം ഹാബ്സ് ഇട്ടിട്ടുണ്ട്. തൈമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാബ്സ് ഇടാം. അപ്പോൾ എൻജോയ് സജീസ് ഫ്ലവർ ടൈം.